നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സമാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്കും ഈ ഒരു വീഡിയോയിൽ നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക് നമുക്ക് വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും എന്തെങ്കിലും സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതിലിടപെട്ടുകൊണ്ട് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനമായ അഡ്മിഷനിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതാണ് ഡിസ്കസ് ചെയ്തത്. അതിന് മുന്നേ ഉള്ള വീഡിയോകളിലും അത്തരം ഡിസ്കഷൻ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ അത്തരം വീഡിയോകളെല്ലാം അപേക്ഷിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വീഡിയോ ആണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചതുമാണ്. അപ്പം അതിയായ പ്രാധാന്യമുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത് ആ ഒരു കാര്യം അറിയാവുന്നതുമാണ്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്കൊരിക്കലും ഈ ഒരു ഏരിയ പഠിക്കാനുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ നടത്താൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിയായ പ്രാധാന്യത്തോടു കൂടി നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും തുടക്കം മുതൽ അവസാനം വരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളാണ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാവുന്നത്. ആസിഫ്, ബിജു ആൻഡ് ബ്രിട്ടോ ട്രേഡിംഗ് ഇൻ എ പാർട്ണർഷിപ്പ്. ആസിഫും ബിജുവും ബ്രിട്ടോയും ഒരു പാർട്ണർഷിപ്പിൻ്റെ കച്ചവടത്തിലാണ്. ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 3:2:1. ഇവർ ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യുന്നത് 3:2:1 അനുപാതത്തിലാണ്. ഡിസയർ ടു കീപ്പ് എ വർക്കിംഗ് പാർട്ട്ണർ വെൻ ദെയർ ബാലൻസ് ഷീറ്റ് സ്റ്റുഡ് ആസ് ഫോളോസ്. ഇവരെല്ലാവരും തന്നെ ബിസിനസ്സിലെ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർമാരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ ബാലൻസ് ഷീറ്റാണ് നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ളത്. അതിന് താഴെ പറയുന്നത്, അപ്പോൾ പാർട്ട്നേഴ്സ് ആസിഫും ബിജുവും ബ്രിട്ടോയുമാണ്. ഇവരുടെ റേഷ്യോ 3:2:1 ആണ്. ഇവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. They agreed to admit Pradeep into partnership and give him 1/10th share on the following terms. ഇവർ പ്രദീപിനെ പുതിയൊരു പാർട്ട്ണറായിക്കൊണ്ട് ചേർക്കുകയാണ്. പ്രദീപിൻ്റെ ഷെയർ 1/10 ആണ്. അതർ ഓൺ ദി ഫോളോയിങ് ടേംസ്, മറ്റു വ്യവസ്ഥകൾ താഴെ പറയും പ്രകാരമാണ്. ഒന്ന്, ദി പ്രദീപ് ഷുഡ് ബ്രിങ് ₹30,000 ആസ് ഗുഡ്വിൽ ആൻഡ് 1,28,000 ആസ് ഇസ് ക്യാപിറ്റൽ. പ്രദീപ് 30,000 രൂപ പ്രീമിയവും അതേപോലെ തന്നെ 1,28,000 രൂപ ക്യാപിറ്റൽ ഇനത്തിനും കൊണ്ടുവരണം. നെക്സ്റ്റ്, ദ മെഷീനറി ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 12%. മെഷീനറിക്ക് 12% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് വി റീവാല്യൂഡ് അറ്റ് ₹2,61,000. സ്റ്റോക്കിൻ്റെ വാല്യൂ വാല്യൂ ചെയ്തപ്പോൾ 2,61,000 എന്ന് കണക്കാക്കി. നെക്സ്റ്റ്, ദ റിസർവ് ഓഫ് 5% ബി ക്രിയേറ്റഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ മുകളിൽ 5% റിസർവ് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, ദി വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബ്രോട്ട് അപ്പ് ടു 62,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 62,000 ആയി. നെക്സ്റ്റ് 6th പോയിന്റിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചുവല്ലോ. അതാണ് പറയുന്നത്,
After making the above adjustment, the capital account of all the partners be adjusted on the basis of proportion of Pradeep capital to his share. പ്രദീപിൻ്റെ ക്യാപിറ്റൽ പ്രദീപിൻ്റെ ഷെയറും ഉപയോഗിച്ച് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈസ് ആക്ച്വൽ ക്യാഷ് ടു ബി പെയ്ഡ് ഓഫ് ഓർ ബ്രോട്ട് ഇൻ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. എന്നിട്ട് അക്കൗണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ പെയ്ഡ് ഓഫ് ചെയ്യുക, കൊടുത്തു വീട്ടാൽ. കുറവാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് കൊണ്ടുവരികയും ചെയ്യുക. ആസ് ദി കേസ് മേ ബി, സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ആറാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ആറാമത്തെ ഒരു പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതേ കാൽക്കുലേഷൻ ഇവിടെയും വരാറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് തുടക്കത്തിലെ പറഞ്ഞത്. സമാനമായിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസ്കഷനോട് കൂടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി മനസ്സിലാവുകയും അതൊരു ഏത് സാഹചര്യത്തിൽ ഏത് എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യനുകൾ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു അവയർനെസ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള അറ്റൻഷൻ ഈ ഡിസ്കഷനിലെ മുഴുവൻ സമയവും നിങ്ങളുടേത് ഉണ്ടാവണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇനി ഇത്രയും നമ്മൾ വായിച്ചു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ ചെയ്യാറുള്ള പോലെ പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ആസ് എ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. പുതുതായി ഇവരു 3 പാർട്ട്ണർമാരായ ആസിഫും ബിജുവും ബ്രിട്ടോയും അഡ്മിറ്റ് ചെയ്തു. പ്രദീപിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം റീകോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടന്ന പുതിയ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആവശ്യം വേണ്ട അക്കൗണ്ടുകൾ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ തയ്യാറാക്കിയിരുന്നത്? റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ്, പുതിയ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ ഒരു ഓർഡറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നല്ലോ. ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ട് തയ്യാറാക്കണം. ഇനി ആദ്യം അക്കൗണ്ടുകൾ വരച്ചു, അതിനുശേഷം വർക്കിംഗ് നോട്ട് തയ്യാറാക്കിയാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വളരെ കുറച്ചും കൂടി എളുപ്പം ഇതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ രീതി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ട് തയ്യാറാക്കുകയാണ്. നമുക്കാദ്യം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ വർക്കിംഗ് നോട്ട്, ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1, 3:2:1. അതേപോലെ തന്നെ പ്രദീപിൻ്റെ ഷെയർ തന്നിട്ടുണ്ട് 1/10. ഓൾഡ് റേഷ്യോ 3:2:1, പ്രദീപിൻ്റെ ഷെയർ 1/10. ഇത്രയും ഡീറ്റെയിൽസുകളാണ് ആ ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂ റേഷ്യോ ഇത്രയും 2 ഇൻഫർമേഷൻ മാത്രം തന്നാൽ എങ്ങനെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു. ടോട്ടൽ പ്രോഫിറ്റ് ഒന്നായിട്ട് എടുത്തുകൊണ്ട് ചെയ്യണമെന്ന് പഠിച്ചത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 1 എടുക്കുക. അങ്ങനെയാവുമ്പോൾ ബാലൻസ് പ്രോഫിറ്റ് 1 പുതിയ പാർട്ട്ണറായിട്ടുള്ള പ്രദീപിൻ്റെ ഷെയർ കുറയ്ക്കുക. 1 - 1/10. അപ്പോൾ ഓൾഡ് റേഷ്യോ ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം തന്നാൽ ടോട്ടൽ പ്രോഫിറ്റ് ഒന്നായിട്ട് എടുക്കുന്ന മെത്തേഡുകൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണല്ലോ. ആ മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് 1 എടുത്തു, അതിൽ നിന്ന് ബാലൻസ് കണ്ടുപിടിക്കുകയാണ്. 1 - പ്രദീപിൻ്റെ ഷെയർ 1/10. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 10 × 1 10 -1 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 10 - 1/10. 10 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 1 അതിൻ്റെ പ്രദീപിൻ്റെ ഷെയർ 1/10 കുറച്ചപ്പോൾ ബാക്കി 9/10 എന്നാണ് കിട്ടിയത്. ഈ 9/10 ആർക്ക് അവകാശപ്പെട്ടതാണ്? പ്രദീപിനുള്ളത് കുറച്ചല്ലോ, ബാക്കി ആർക്കുള്ളതാണ്? ആസിഫിനും അതേപോലെ തന്നെ ബിജുവിനും ബ്രിട്ടോക്കും ഉള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആസിഫിൻ്റെ കണ്ടുപിടിക്കാം. ആസിഫിൻ്റെ ന്യൂ ഷെയർ ബാലൻസ് ഉള്ളത് 9/10 ആണല്ലോ. 9/10 ഇൻറ്റു ഈ ബാലൻസ് ആസിഫിനും ബിജുവിനും ബ്രിട്ടോക്കും ഉള്ളതാണ്. ഇവരിത് എങ്ങനെ ഷെയർ ചെയ്യാം? ഇവർ ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണല്ലോ ഇത്. ആസിഫും ബിജുവും ബ്രിട്ടോ ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണല്ലോ ഇത്, ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ പ്രകാരം ഷെയർ ചെയ്യുമ്പോൾ ആസിഫിൻ്റെ ഷെയർ 3/6. 9/10 വീതിക്കേണ്ടത്. 9/10 ഇൻറ്റു 3/6 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 9 × 3 27, 10 × 6 60. അപ്പോൾ ആസിഫിൻ്റെ ഷെയർ കിട്ടി 27/60. ഡയറക്റ്റ് ഗുണിക്കാം. മുകളിൽ ഗുണിച്ചു, താഴെ ഗുണിച്ചു. 9 × 3 27, 10 × 6 60. അടുത്തത്
ബിജു ആണ്. ബിജുവിൻ്റെ ഷെയർ ഈ 9/10 ബിജുവിന് ഷെയർ ഉണ്ടല്ലോ. അപ്പോൾ 9/10 ഇൻറ്റു ബിജുവിൻ്റെ ഷെയർ 2/6 ഇൻറ്റു 2/6. 9 ഇൻറ്റു 2 18. 10 ഇൻറ്റു 6 16. അപ്പോൾ ബിജുവിൻ്റെ ഷെയറും കണ്ടുപിടിച്ചു 18/60. നെക്സ്റ്റ് ബ്രിട്ടോസ് ന്യൂ ഷെയർ. ബ്രിട്ടോൻ്റെ ഷെയർ ബാലൻസ് ഉള്ളത് 9/10 ആണല്ലോ. 9/10 ഇൻറ്റു ബ്രിട്ടോൻ്റെ ഷെയർ 1/6 ഇൻറ്റു 1/6. 9 ഇൻറ്റു 1 9. 10 ഇൻറ്റു 6 60. അപ്പോൾ 3 പേരുടെയും ഷെയർ കണ്ടുപിടിച്ചു. 27/60, 18/60, 9/60. ഇനി ഇവിടെ അഡ്മിറ്റ് ചെയ്ത പ്രദീപിൻ്റെ ഷെയർ. പ്രദീപിൻ്റെ ഷെയർ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പ്രദീപിൻ്റെ ഷെയർ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് 1/10 എന്നാണ്. അപ്പോൾ നമ്മൾ 1/10 എഴുതി. ഇവിടെ എല്ലാം 60 ആണ്. ഇതിൻ്റെ ഒക്കെ താഴെ 60 ആണ്. അപ്പോൾ ഇവിടെയും 1/10 എന്നുള്ള അതിൻ്റെ താഴെ 60 ആയാലല്ലേ വെട്ടിപ്പോയി റേഷ്യോ രൂപത്തിലേക്ക് നമുക്കിതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. 1/10 ഇൻറ്റു 10നെ 60 ആക്കണം. അപ്പോൾ 6 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, പുതിയ പാർട്ണറുടെ ഷെയറിനെ ഓൾഡ് റേഷ്യോൻ്റെ ടോട്ടൽ കൊണ്ട് ഗുണിക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓൾഡ് റേഷ്യോയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 3 2 5, 5 1 6. അപ്പോൾ 6 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കും. അപ്പോൾ 6/6. 1/10 ഇൻറ്റു 6/6. 1 ഇൻറ്റു 6 6. 10 ഇൻറ്റു 6 60. അപ്പോൾ 4 പേരുടെയും ന്യൂ റേഷ്യോ നമ്മൾ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. 60കൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോയി. ബാക്കി ന്യൂ റേഷ്യോ 27, 18, 9, 6. ഇതിനെ ബൈ 3 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 9, 18 6, 9 3, 6 2. അപ്പോൾ പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. 9:6:3:2. ന്യൂ റേഷ്യോ ഒന്നാമത്തെ കാൽക്കുലേഷൻ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി രണ്ടാമതായിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാമെന്ന്. ന്യൂ പാർട്ണറുടെ ഷെയറും ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് ചെയ്യണമെന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് പ്രദീപിൻ്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1,28,000 ആണ്. പ്രദീപിൻ്റെ ക്യാപിറ്റൽ 1,28,000. അതേപോലെ പ്രദീപിൻ്റെ ഷെയർ പ്രദീപിൻ്റെ ഷെയർ 1/10. ഇനി അപ്പോൾ പുതിയ പാർട്ണറായിട്ടുള്ള പ്രദീപിൻ്റെ ക്യാപിറ്റൽ കൊടുത്തു, പ്രദീപിൻ്റെ ഷെയർ കൊടുത്തു. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിച്ചത്. പുതിയ പാർട്ണറുടെ ക്യാപിറ്റലിന് പുതിയ പാർട്ണറുടെ ഷെയർ ഉണ്ട് തിരിച്ചു ഗുണിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ന്യൂ ബിസിനസ് സമം 1,28,000 ഇൻറ്റു 1/10 തിരിച്ചു ഗുണിക്കുമ്പോൾ 10/1 ഗുണിച്ചു കഴിഞ്ഞാൽ 1,28,000 ഇൻറ്റു 10/1 എന്നാണല്ലോ. ഗുണിക്കുമ്പോൾ 12,80,000. അപ്പോൾ പുതുതായിട്ട് ആരംഭിക്കുന്ന ഫേമിന് വേണ്ട ടോട്ടൽ ക്യാപിറ്റൽ 12,80,000 ആണ്. ഈ 12,80,000 4 പേരും കൂടിയാണ് ബിസിനസ്സിൽ ഇറക്കേണ്ടത്. അതിൽ ഒരു പാർട്ണറായിട്ടുള്ള പ്രദീപ് എത്ര ഇറക്കുന്നത് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 1,28,000 രൂപയാണ് ഇതിൽ പ്രദീപ് ബിസിനസ്സിൽ ഇറക്കുന്നത്. ബാക്കിയുള്ള തുക ആര് കൊണ്ടുവരണം? ആസിഫും ബിജുവും അതേപോലെ തന്നെ ബ്രിട്ടോയും ചേർന്ന് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഓരോ ആളുകളും എത്ര കൊണ്ടുവരും? അപ്പോൾ 12,80,000 ടോട്ടൽ വേണ്ട ക്യാപിറ്റൽ. അതിൽ ഒരു പാർട്ണർ പ്രദീപ് എത്രയാണ് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്കറിയാം. 1,28,000 രൂപയാണ് പ്രദീപ് കൊണ്ടുവരേണ്ടത്. ബാക്കി തുക 3 പേരും കൂടി കൊണ്ടുവരണം. അത് എത്രയുണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം റിക്വയർഡ് ക്യാപിറ്റൽ ഓഫ് ആസിഫിൻ്റെ ആവശ്യമുള്ള ക്യാപിറ്റൽ 12,80,000 ഇൻറ്റു ന്യൂ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണല്ലോ ക്യാപിറ്റൽ തീരുമാനിക്കുക. അപ്പോൾ ആസിഫിൻ്റെ ന്യൂ ഷെയർ 9 ഡിവൈഡഡ് ബൈ 9 6 15, 15 5 20.
അപ്പോൾ 9/20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5,76,000. 12,80,000 9/20 കൊണ്ട് ഗുണിച്ചാൽ 5,76,000 രൂപ ആസിഫ് ഇറക്കണം. രണ്ടാമത് ബിജുവിൻ്റെതാണ്. ബിജു എത്ര കൊണ്ടുവരണമെന്നാണ്. ബിജു ഇതേപോലെ 12,80,000 ഇൻറ്റു ബിജുവിൻ്റെ ഷെയർ 6/20. 6/20 3,84,000 രൂപ ബിജു കൊണ്ടുവരണം. നെക്സ്റ്റ് ബ്രിട്ടോ. ബ്രിട്ടോ എത്ര കൊണ്ടുവരണം? 12,80,000 ഇൻറ്റു ഷെയർ 3/20. 12,80,000 ഇൻറ്റു 3/80 ടോട്ടൽ 1,92,000. അങ്ങനെ ആസിഫ് 5,76,000, ബിജു 3,84,000, ബ്രിട്ടോ 1,92,000 രൂപയും കൊണ്ടുവരണം. അപ്പോൾ 2 കാൽക്കുലേഷനുകളാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഇനി സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കും. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ വരച്ചു വെച്ചു. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതണമെന്നാണ് പഠിച്ചത്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 570 320 160. 570 320 160. 3 പേരുടെയും ക്യാപിറ്റൽ തുക എത്രയാണെന്ന് നമ്മൾ കാണിച്ചു. നെക്സ്റ്റ് ഓരോ എൻട്രികൾ നോക്കി പോസ്റ്റ് ചെയ്യണമെന്നാണല്ലോ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. 30,000 രൂപ പ്രീമിയവും 1,28,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രദീപ് ആണല്ലോ കൊണ്ടുവരുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രദീപ് ക്യാപിറ്റൽ. ഞാൻ സാധാരണ നിങ്ങൾക്ക് എൻട്രി എഴുതി തരാറുണ്ട്. പലതവണയായി നമ്മൾ എൻട്രി എഴുതുന്നത് സ്ഥിരം ഒരേ എൻട്രികളാണ് വരുന്നത്. വീണ്ടും ആവർത്തനമെന്നോണം നിങ്ങൾ അത് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് അത് കാണുന്ന ആളുകൾക്കറിയാം. അപ്പോൾ എൻട്രി വീണ്ടും ഞാൻ ആവർത്തിച്ച് എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രദീപ് ക്യാപിറ്റൽ. അപ്പോൾ പ്രദീപിൻ്റെ അക്കൗണ്ടിൽ ബൈ ക്യാഷിന് പോസ്റ്റ് ചെയ്യണം. ബൈ ക്യാഷ് പ്രദീപിൻ്റെ അക്കൗണ്ടിൽ 1,28,000. അപ്പോൾ 1,28,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നത് കാണിച്ചു. നെക്സ്റ്റ് പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. പ്രീമിയം കൊണ്ടുവരുമ്പോൾ ക്യാഷ് ടു പ്രീമിയം എന്നാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നില്ല, പ്രീമിയം അക്കൗണ്ട് തയ്യാറാക്കുന്നില്ല. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യില്ല. പക്ഷേ അതിൽ തന്നെ പ്രീമിയം കൊണ്ടുവന്ന എൻട്രി പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും പ്രീമിയം വീതിക്കുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യണം. പ്രീമിയം ടു ആസിഫ്, ടു ബിജു, ടു ബ്രിട്ടോ. പ്രീമിയം 3 പേർക്കാണല്ലോ വീതിച്ചു കൊടുക്കുന്നത്. പ്രീമിയം ടു ആസിഫ്, ടു ബിജു, ടു ബ്രിട്ടോ. അപ്പോൾ പ്രീമിയം ഡെബിറ്റിലാണ്, 3 പേരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ബൈ പ്രീമിയം. പ്രീമിയത്തിൻ്റെ തുക നിങ്ങൾക്ക് അറിയാം, 30,000 ആണ്. ആ 30,000 ക്വസ്റ്റ്യനിലെ ഓൾഡ് റേഷ്യോയുടെ ഓൾഡ് റേഷ്യോ 3:2:1. ഓൾഡ് റേഷ്യോ 3:2:1 പ്രകാരം വീതിക്കുമ്പോൾ അപ്പോൾ 30,000 ആണ് പ്രീമിയം. അത് ഓൾഡ് റേഷ്യോ പ്രകാരം വീതിച്ച 3 പേർക്കും ഇങ്ങനെ കിട്ടും എമൗണ്ട്. 30,000 ഇൻറ്റു 3/6, 2/6, 1/6 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 3 ആളുടെ എമൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. ക്യാപിറ്റൽ കൊടുക്കുന്നത് കാണിച്ചു, പ്രീമിയം ഡിവൈഡ് ചെയ്തതും കാണിച്ചു. നെക്സ്റ്റ് മെഷീനറി ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 12%. മെഷീനറിക്ക് 12% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മെഷീനറി എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ അസറ്റ് പറയും റിവാലുവേഷൻ ടു മെഷീനറി. റിവാലുവേഷൻ ടു മെഷീനറി എന്നുള്ള എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യും. റിവാലുവേഷൻ ടു മെഷീനറി. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. റിവാലുവേഷൻ അക്കൗണ്ടിൽ മെഷീനറി ഇവിടെ ക്രെഡിറ്റ് ആണ്, മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്യും ടു മെഷീനറി. ഒന്നുകൂടെ, റിവാലുവേഷൻ അക്കൗണ്ടിൽ മെഷീനറി പോസ്റ്റ് ചെയ്യണം. മെഷീനറി ക്രെഡിറ്റ് ആണ്, ഡെബിറ്റിൽ ടു മെഷീനറി. മെഷീനറിയുടെ എമൗണ്ട് നോക്കാം. 12% ഡിപ്രീസിയേഷൻ. മെഷീനറി 70,000 ആണ്. 70,000ൻ്റെ 12% എടുക്കുമ്പോൾ 8,400 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്റ്റോക്ക് റീവാല്യൂഡ് അറ്റ് ₹2,60,000. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 2,61,000 എന്ന് എടുത്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ പഴയ എമൗണ്ട് 2,90,000 ആണ്. അപ്പോൾ 2,90, 2,61 ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്
സ്റ്റോക്ക് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റ് പറയുമ്പോൾ റിവാലുവേഷൻ ടു സ്റ്റോക്ക്. റിവാലുവേഷൻ അക്കൗണ്ടിൽ സ്റ്റോക്ക് എന്ന് എഴുതണം. സ്റ്റോക്ക് ക്രെഡിറ്റിലാണ്, ഡെബിറ്റിൽ. സ്റ്റോക്ക് 2,90,000 ആദ്യമുള്ള എമൗണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 2,61,000 ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോറി, പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. സ്റ്റോക്ക് ഡിപ്രീസിയേറ്റഡ് ബൈ 10%. അത് ക്വസ്റ്റ്യനിലെ പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്, തിരുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിന് 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 2,90,000. സ്റ്റോക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, കുറയുമ്പോൾ റിവാലുവേഷൻ ടു സ്റ്റോക്ക്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ സ്റ്റോക്ക് ഇവിടെ ക്രെഡിറ്റ് ആണ്, ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും. സ്റ്റോക്ക് 2,90,000 എമൗണ്ട്, അതിൻ്റെ 10% 29,000. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 4th പോയിന്റ്, 5% റിസർവ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊവിഷൻ ഉണ്ടാക്കുകയാണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഉണ്ടാക്കുമ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ റിവാലുവേഷൻ ടു പ്രൊവിഷൻ. 5% പ്രൊവിഷൻ ഉണ്ടാക്കാനാണല്ലോ ആവശ്യപ്പെട്ടത്. പ്രൊവിഷൻ ഉണ്ടാക്കുമ്പോൾ ബാധ്യത കൂടുമ്പോൾ റിവാലുവേഷൻ ടു പ്രൊവിഷൻ. പ്രൊവിഷൻ ക്രെഡിറ്റ് ആണ്, നമ്മൾ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും. ഡെബിറ്റിൽ പ്രൊവിഷൻ. ഡെപ്റ്റേഴ്സിൻ്റെ 5% ആണല്ലോ എടുക്കാറുള്ളത്. പ്രൊവിഷൻ കാണല് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ്. 2,52,000. 2,52,000ൻ്റെ 5% 12,600. നെക്സ്റ്റ് 5th പോയിന്റ്, വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബ്രോട്ട് അപ്പ് ടു 6,20,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 6,20,000 ആയിട്ടുണ്ട്. ആദ്യം 4,80,000 അത് 6,20,000 ആയിട്ടുണ്ട്. കൂടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്. കൂടുമ്പോൾ റിവാലുവേഷൻ ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. റിവാലുവേഷൻ അക്കൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോസ്റ്റ് ചെയ്യണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ ക്രെഡിറ്റ് ആണ്. സോറി, പറഞ്ഞത് മാറിപ്പോയതാണ്. കൂടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസറ്റ് ടു റിവാലുവേഷൻ ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു റിവാലുവേഷൻ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെബിറ്റിലാണ്, നമ്മൾ ക്രെഡിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യണം. ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പോഴുള്ള എമൗണ്ട് 6,20,000 ആദ്യത്തെ എമൗണ്ട് 4,80,000. രണ്ട് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. 6,20 മൈനസ് 4,80. 1,00,000 ആണോ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സമം 6,20,000 മൈനസ് 4,80,000 സമം 1,40,000. കറക്റ്റാണ്. 1,40,000. അപ്പോൾ ഡിഫറൻസ് 1,40. ലാസ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് പ്രകാരമാണ് നമ്മൾ ഈ വർക്കിംഗ് നോട്ട് തന്നെ തയ്യാറാക്കിയ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചതും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചതും. അപ്പോൾ ഈ 6ാമത്തെ 5 വരെ പോയിന്റുകൾ വായിച്ചുവല്ലോ. 6ാമത്തെ പോയിന്റിൻ്റെ എഫക്റ്റ് ആണല്ലോ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഈ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, ക്യാഷിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രീമിയം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ മാർക്ക് ചെയ്ത 3 ഐറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും വായിച്ചപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 6th പോയിന്റ് പ്രകാരം നോട്ടുണ്ടാക്കി ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണിക്കും. പറഞ്ഞെന്നാണല്ലോ ഓപ്പണിംഗ് കൂടെ ക്ലോസിംഗ് കൂടെ കാണിക്കണം എന്നാണ് പഠിച്ചത്. ഏറ്റവും താഴെയായിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ വർക്കിംഗ് നോട്ട് 2 പ്രകാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 5,76,000, 3,80,000, 1,92,000,
പ്രദീപിൻ്റെ നമുക്കറിയാം 1,28,000. 4 പേരുടെ എമൗണ്ടുകൾ കാണിക്കുക. ആസിഫ്, ബിജു, ആസിഫിൻ്റെ എമൗണ്ട്, ബിജുവിൻ്റെ എമൗണ്ട്, ബ്രിട്ടോ, പ്രദീപ് 3 പേരുടെയും ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാം. 14 ലക്ഷം ഇവിടെ കൂട്ടി 1,40,000. ആ 1,40 കൊടുത്ത് കാണിച്ചു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് സമം 45,000 പ്ലസ് 30,000 പ്ലസ് 15,000. ബാലൻസ് ഉള്ളത് 90,000 ആണ്. 90,000 ബാലൻസ് ഓൾഡ് റേഷ്യോ പ്രകാരം. ഈ പഴയ ബാലൻസ് പഴയ പാർട്ട്നേഴ്സിനാണല്ലോ ഉണ്ടാവുക. റീവാല്യൂ ചെയ്യുമ്പോൾ ഇനി പുതിയ ഒരാൾ വരുന്നല്ലേ ഉള്ളൂ, അയാൾക്ക് അടുത്ത ദിവസം മുതലാണല്ലോ കിട്ടാറുള്ളത്. അപ്പോൾ നിലവിലുള്ള ബാലൻസ് പഴയ ആളുകൾക്കുള്ള. അപ്പോൾ 90,000 ഓൾഡ് റേഷ്യോ പ്രകാരം വീതിക്കുമ്പോൾ ആസിഫ് ബിജു, അതേപോലെ തന്നെ ബ്രിട്ടോ, ഈ 90,000 3 പേർക്കും ഓൾഡ് റേഷ്യോ പ്രകാരം വീതിച്ചു കൊടുത്തു കാണിച്ചു. അപ്പോൾ നമ്മൾ അതോടുകൂടി റീവാലുവേഷൻ അക്കൗണ്ട് പൂർത്തീകരിച്ചു. ഈ ബാലൻസ് എന്ത് ചെയ്യണം? താഴേക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഡെബിറ്റിലാണ് ക്രെഡിറ്റ് കൊടുന്ന് അക്കൗണ്ടിൻ്റെ പേര് എഴുതും. ബൈ റീവാലുവേഷൻ ബാലൻസ് എഴുതാം. 45,000, 30,000, 15,000. അപ്പോൾ ഈ അക്കൗണ്ട് ബാലൻസ് താഴേക്ക് പോസ്റ്റ് ചെയ്ത് 3 പേരുടെ അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ടുകളും കാണിച്ചു. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് പൂർത്തീകരിച്ചു. ഈ ബാലൻസും ഇപ്പോൾ പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ ആദ്യം ആസിഫിൻ്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്യാണ്. ഇവിടെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. 5,70,000 ഇവിടെ ഉണ്ടല്ലോ. 5,70,000 ഒരു 45 ഉണ്ട്. 15 ഒക്കെ കൂടുമ്പോൾ ഇവിടെ ഒരു 5,76,000 54 ഉള്ളത്. ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്തു. ഇവിടെ ആകെ ഒരു എമൗണ്ട് ആണല്ലോ ഉള്ളത്. ഇത് വന്നിട്ടില്ലല്ലോ, ഇത് ബാലൻസ് ആണ്. ഈ 5,76,000 ഉള്ളൂ. ഇവിടെ 5,70,000 45 15 ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ടോട്ടൽ ചെയ്യും. 6,30,000 ഇവിടെ കൂട്ടി 6,30,000. ആ ടോട്ടൽ ഇവിടേക്ക് എഴുതി 6,30. ഇവിടെ ഈ ഒരു എമൗണ്ട് മാത്രമാണ്. ഇതിപ്പോൾ വന്നുവല്ലോ. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 54,000 രൂപ ആസിഫിൻ്റെ അക്കൗണ്ടിൽ എക്സസ് ആണ്. അത് വിഡ്രോ ചെയ്തതായിട്ട് കാണിച്ചു. ടു ക്യാഷ്. നെക്സ്റ്റ് ബിജുവിൻ്റെ അക്കൗണ്ട് നോക്കാം. ബിജുവിൻ്റെ അക്കൗണ്ടിൽ 320, 330, 360, 360 ഉള്ളൂ. ഇത് വന്നിട്ടില്ലല്ലോ, ഇത് ബാലൻസ് വരേണ്ടതാണ്. അപ്പോൾ 360 ഉള്ളൂ. ഇവിടെയാണ് കൂടുതൽ. 3,84,000 ഉണ്ട്. ടോട്ടൽ ചെയ്യും 3,84,000. ആ 3,84 ഇവിടത്തേക്ക് കാണിച്ചു. ഇന്ന് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ 24,000. അപ്പോൾ ബിജുവിൻ്റെ അക്കൗണ്ടിൽ പൈസ കമ്മിയാണ്, ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ആ പൈസ കൊണ്ടുവരണം. ബൈ ക്യാഷ് എഴുതി. നെക്സ്റ്റ് ബ്രിട്ടോയുടെ അക്കൗണ്ട് 160. ഇവിടെ കുറവാണ്, ഇവിടെയാണ് കൂടുതൽ. 1,92,000. ഇവിടെ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ഇവിടത്തേക്ക് എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ 12,000 റുപ്യ ബ്രിട്ടോയുടെ അക്കൗണ്ടിൽ കുറവാണ്. അപ്പോൾ ബിജുവും ബ്രിട്ടോയും പൈസ കൊണ്ടുവരണം. രണ്ടാളുടെ അക്കൗണ്ടിന് നേരെ ബൈ ക്യാഷ്, എമൗണ്ടിന് നേരെ ബൈ ക്യാഷ് എഴുതിയിരിക്കും. അപ്പോൾ ഇവിടെ ആസിഫിൻ്റെ അക്കൗണ്ടിൽ പൈസ എക്സസ് ആണ്, വിഡ്രോ ചെയ്തു. അത് ക്യാഷ് ആണ്. ബാലൻസ് ഫിഗറിന് കൊടുത്തു. ഇതും ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയതാണല്ലോ. ഇതും അക്കൗണ്ടിൽ പൈസ കുറവാണ്, കൊണ്ടുവന്നത് കാണിച്ചു. ബൈ ക്യാഷ് എഴുതി. ലാസ്റ്റ് പ്രദീപിൻ്റെ അക്കൗണ്ട് 128. ഇവിടെയും 128. രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ടു. അപ്പോൾ 2 അക്കൗണ്ടുകൾ നമ്മൾ പൂർത്തീകരിച്ചു ഏറ്റവും അവസാനമായിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആസിഫിൻ്റെ അക്കൗണ്ടിൽ ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് കിട്ടിയത്. ബിജുവിൻ്റെ അക്കൗണ്ടിലും ബ്രിട്ടോയുടെ അക്കൗണ്ടിലും ഇവിടെയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് കിട്ടിയത്. മനസ്സിലാക്കി വെക്കുക. ആസിഫിൻ്റെ അക്കൗണ്ടിൽ എക്സസ് ആണ്, മറ്റു പേരുടെ അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ 2 പേര് പൈസ കൊണ്ടുവന്നു. ആസിഫ് വിഡ്രോ ചെയ്തു. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്, പഴയ ബാലൻസ് ഷീറ്റ് നോക്കാം. ക്രെഡിറ്റേഴ്സ് നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ട് അപ്പടി എഴുതാം. ക്രെഡിറ്റേഴ്സ് 50,000. പിന്നെയുള്ളത് ക്യാപിറ്റലാണ്.
ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലാണുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ 4 പേരുടെയും പേര് എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ എഴുതാറുള്ളത്. ആ എമൗണ്ട് ഇതൊക്കെ എമൗണ്ട് എടുത്തിട്ട് എഴുതാം. 4 പേരുടെ എമൗണ്ട് എഴുതി. അപ്പോൾ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡാണ്. ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മൾ ക്യാഷിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ക്യാഷ് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓർഡറിൽ, ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഓർഡറിലാണ് പറയുന്നത്. താഴെ ഉണ്ടാകും, അതവിടെ ഓർഡർ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ആ ഓർഡറിൽ മനസ്സിലാക്കിയാൽ മതി. ക്യാഷ് ഇവിടെ 8000 അപ്പോൾ ഒരു ഓപ്പണിംഗ് ഡേറ്റിൽ 8000 രൂപ ക്യാഷ് ഉണ്ട്. നമ്മൾ താഴെ വർക്കിംഗ് നോട്ട് ഉണ്ടാക്കി കണ്ടുപിടിക്കുകയാണ്. മൂന്നാമത്തെ വർക്കിംഗ് നോട്ട്, കാൽക്കുലേഷൻ ഓഫ് ക്യാഷ്. ഓപ്പണിങ്ങിൽ 8000 ഉണ്ട്. പോയിന്റ് നമ്പർ 1 പ്രകാരം പ്രദീപ് 30,000 പ്രീമിയവും 1.28 ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 1.28 പ്രദീപിൻ്റെ ക്യാപിറ്റൽ, 30,000 പ്രീമിയം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബിജുവും ബ്രിട്ടോയും പൈസ ഡെഫിസിറ്റ് ആയതുകൊണ്ട് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരുടെയും ക്യാഷ് കൂട്ടുക. 24 12. ഇത്രയും വരവുകളാണ് ക്യാഷിനുണ്ടായിട്ടുള്ളത്. ഓപ്പണിങ്, പ്രദീപ് കൊടുന്ന ക്യാപിറ്റൽ, പ്രദീപിൻ്റെ പ്രീമിയം, ബ്രിട്ടോ ബിജു 2 പേരും കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ. ടോട്ടൽ ചെയ്യുക. ഇതെന്ന് ആസിഫാണ് കുറച്ച് പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളത്. 54,000 വിഡ്രോ ചെയ്യുക. ടോട്ടൽ 1,48,000. ക്യാഷിൻ്റെ എമൗണ്ട് 1,48,000 ഇവിടെ കാണാം നിങ്ങൾക്ക്. 1,48,000 ക്യാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് പഴയ ബാലൻസ് ഷീറ്റ് തന്നെ നോക്കുക. ഡെപ്റ്റേഴ്സ് നിന്ന് പ്രൊവിഷൻ വന്നിട്ടുണ്ടല്ലോ. 2,52,000 ഡെപ്റ്റേഴ്സ് 2,52. പ്രൊവിഷൻ ഇവിടെ കാണാം. പ്രൊവിഷൻ എത്രയാണെന്ന് 12,600 കുറച്ചിട്ട് ബാക്കി 2,39,400 പ്രൊവിഷൻ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റോക്ക് 290 സ്റ്റോക്കിന് 10% ഡിപ്രീസിയേഷൻ വന്നു. 10% ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 29. അപ്പോൾ 290 29,000 കുറച്ച് 261. നെക്സ്റ്റ് മെഷീനറി 70,000 മെഷീനറിക്ക് 12% ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 8,400. അപ്പോൾ മെഷീനറി 70,000 നിന്ന് 8,400 കുറച്ച് എഴുതി. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ കാണാം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 4,80,000 ഉള്ളത് 6,20,000 എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ എമൗണ്ട് 6,20,000 ആ എമൗണ്ട് എഴുതി. 6,20,000. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഐറ്റങ്ങളും കാണിച്ചു. ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും ഇവിടെ. ബാക്കി കൂടിയ ഐറ്റങ്ങൾ, കൂട്ടിയും കുറഞ്ഞ ഐറ്റങ്ങൾ. കൂടിയ ഐറ്റം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങുകളിലും ബാക്കിയെല്ലാം കുറയാണ്. മെഷീനറി സ്റ്റോക്ക് 2 ഡിപ്രീസിയേഷൻ വന്ന് കുറച്ചു. ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ വന്ന് കുറച്ചു. ക്യാഷ് കണ്ടുപിടിച്ചു. 2 സൈഡ് കൂട്ടുമ്പോൾ 13,30,000 എന്ന് ബാലൻസ് കിട്ടും. 13,30,000 എന്ന് ബാലൻസ് കിട്ടി. ഇങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. വർക്കിംഗ് നോട്ട് തയ്യാറാക്കി ന്യൂ റേഷ്യോ, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതിനുശേഷം അക്കൗണ്ടുകൾ വരച്ചു. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യും. ഇവിടെ ബാലൻസ് കണ്ടുപിടിക്കും. ബാലൻസ് പോസ്റ്റ് ചെയ്യും. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഇത് കൂടുതലാണ്, ഇവിടെ കിട്ടും. ബാലൻസ് ഇവിടെ കിട്ടി. ഇത് രണ്ടും ഇവിടെയാണ് കൂടുതൽ, ഇവിടെ കൂട്ടി. ഇവിടത്തേക്ക് ഇട്ട് ബാലൻസ് കണ്ടുപിടിച്ചു. ലാസ്റ്റ് കോളം 2 സൈഡ് ഈക്വലാണ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്കറിയാം. ക്രെഡിറ്റേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പടി എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂടിയത് കൂട്ടി എഴുതി. മെഷീനറിക്കും സ്റ്റോക്കിന് ഡിപ്രീസിയേഷൻ വന്നത് കുറച്ചിട്ടു. ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ വന്നത് കുറച്ചു. ക്യാഷ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ ഇതേപോലെയുള്ള ഒന്ന് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും കൃത്യമായി പങ്കെടുക്കുകയും വീഡിയോ കണ്ട ആളുകൾക്ക് 100% ഉറപ്പാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് സ്വന്തമായി വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഏകദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ അതിൻ്റെ ആൻസറുകൾ കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഡിസ്കഷനും എല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി താഴെ നിങ്ങൾക്ക് ഒരു വർക്ക് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാം.
XYZ ആണ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ 3:2:1 തന്നെയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ തന്നിട്ടുണ്ട്. ഒരു മാറ്റവും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇവരെ ബിസിനസ്സിലേക്ക് എനെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഷെയർ 2/8 ആണ്. മറ്റു വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ കൂടുന്നതും പ്രീമിയം കൂടുന്നതും മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അതേപോലെ തന്നെ സ്റ്റോക്ക് ഡിപ്രീസിയേറ്റഡ് ബൈ 10%. സ്റ്റോക്കിനും 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. 10% നിങ്ങളോട് പ്രൊവിഷൻ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 6 ലക്ഷമായി. എൻ്റെ ക്യാപിറ്റലിൻ്റെയും എയുടെ ന്യൂ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എക്സസ് ആണെങ്കിൽ പെയ്ഡ് ഓഫ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ ബ്രോട്ട് ഇൻ ചെയ്യുക. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. നിങ്ങളോട് ആവശ്യമുള്ള അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ എല്ലാ ആളുകളും പരമാവധി ശ്രമിക്കണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനുകളും പ്രോബ്ലങ്ങളും തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത്രയും സമയം എല്ലാ കുട്ടികളായി കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.